നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ടുകൾ റോഡ് നവീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്ന് AICC അംഗം VT ബൽറാം. തൃത്താല മണ്ഡലത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട UDFന്റെ നേതൃത്വത്തിൽ തൃത്താല PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. തൃത്താല മണ്ഡലത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പൊതുമരാമത്ത് വകുപ്പിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഇത് ഒന്നിനും തള്ളിനും ഇടവരുത്തി. തുടർന്ന് AICC അംഗവും മുൻ MLAയുമായ VT ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാകില്ലെന്നും ഫണ്ട് റോഡിൽ ചെലവഴിക്കാൻ ആവശ്യമായ നടപടികളാണ് വേണ്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VT ബൽറാം സൂചിപ്പിച്ചു. ഈ നാടിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല, ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം. പക്ഷെ 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും ഇതുവരെയായി റോഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിൽ മതിയോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഇത് മുഴുവൻ ഫ്ലക്സ് ബോർഡിൽ അടിച്ചു വച്ചാൽ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള വല്ല പ്രയോജനമുണ്ടോ? ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് റോഡ് നിർമ്മാണം നടക്കുന്നില്ല? എന്തുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പോലും കഴിയുന്നില്ല? 4 വർഷത്തോളമായി പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നതെന്നും ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ TK സുനിൽകുമാർ, SMK തങ്ങൾ, EPA സലാം, റഷീദ് കോഴിക്കര, PV മുഹമ്മദ് അലി, CH ഷൗക്കത്ത് അലി, വിനോദ് കാങ്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. VT ബൽറാം MLA ആയിരുന്നപ്പോൾ റോഡ് തകർച്ചയ്ക്കെതിരെ DYFIക്ക് പോലും തൃത്താലയിൽ സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. തൃത്താലയിലെ റോഡ് തകർച്ചയ്ക്കെതിരെ UDF നടത്തിയ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു CV ബാലചന്ദ്രൻ. തൃത്താല മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്കെതിരെ UDF നടത്തിയ PWD ഓഫീസ് മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തവെയാണ് VT ബൽറാമിനെ പ്രകീർത്തിച്ചുകൊണ്ട് CV ബാലചന്ദ്രൻ സംസാരിച്ചത്. മണ്ഡലത്തിൽ VT ബൽറാമും CV ബാലചന്ദ്രനും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചതിനു ശേഷമുള്ള ഇരുവരുടെയും ഒരുമിച്ചുള്ള പരിപാടി കൂടിയായിരുന്നു സമരം. 10 വർഷക്കാലം തൃത്താല മണ്ഡലത്തിൽ VT ബൽറാം MLA ആകുമ്പോൾ റോഡിന്റെ കാര്യത്തിൽ DYFIക്ക് പോലും സമരം നടത്തേണ്ടി വന്നിട്ടില്ലെന്നായിരുന്നു CV ബാലചന്ദ്രന്റെ വാക്കുകൾ. സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റോഡിന്റെ പേരിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഭൂമിക്ക് മേലെയും ആകാശത്തിന് താഴെയുമുള്ള സമസ്ത പ്രശ്നങ്ങളുടെ പേരിൽ സമരം ചെയ്യുന്ന ആളുകൾ തൃത്താലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരായി ഒരു സമരം 10 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതാണ് വ്യത്യാസം. ആ വ്യത്യാസമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ നമ്മുടെ AXയുടെ കീഴിലുള്ള എല്ലാ റോഡും സ്റ്റാർട്ട് ചെയ്താൽ ഷൊർണൂർ AX പണി തുടങ്ങി 2 മാസം കഴിയുമ്പോൾ പൊളിയും ചെയ്യണം. നിർമ്മാണവും പൊളിയലും ഒപ്പാണ് ഇവിടെ, രണ്ടും ഒരേ സമയത്താണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ. മണ്ഡലത്തെ മുൻകാലത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന് ആരോപിച്ചും പോലീസ് ഗുണ്ടാ മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ചും UDFന്റെ നേതൃത്വത്തിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC അംഗം റിയാസ് മൂക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ ബാരിക്കേഡിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. കരിങ്കനാട് ചന്തപ്പടിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അണിനിരന്നത്. റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. നിരപരാധികളെ കേസുകളിൽ ഉൾപ്പെടുത്തി ഗുരുതര വകുപ്പ് ചുമത്തി പീഡിപ്പിക്കുകയാണെന്നും കേസിൽ നിന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന മാഫിയ സംഘത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു സമരം. ബാരിക്കേഡുകളുടെ മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം.
തിരിച്ചടിക്കും സൂക്ഷിച്ചോ ആയത് പറയുന്നറിയില്ലേ UDF പറയുന്നേ UDF സിന്ദാബാദ് ജേസൺ മാർച്ച് സിന്ദാബാദ് UDF സിന്ദാബാദ് ജേസൺ മാർച്ച് സിന്ദാബാദ് UDF സിന്ദാബാദ് അധികാരത്തിൻ ഹുങ്കും കൊണ്ട് ഗുണ്ടസഖാക്കളവാക്കും കേട്ട് ഞങ്ങളുടെ പ്രിയരാം സോദര പേര് UDF സിന്ദാബാദ് ഞങ്ങളുടെ പ്രിയരാം സഹോദരരെ ഞങ്ങളുടെ പ്രിയരാം സഹോദരരെ തുടർന്ന് KPCC അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ഈ പോലീസുകാരോട് നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഗവൺമെന്റിനെതിരെ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരമുള്ള രാജ്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ്. ഞാനിവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എന്റെ അവകാശമാണ്, റൈറ്റ് ടു സ്പീച്ച് ആണ്. ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ നിങ്ങൾ പോലീസുകാർ കൈക്കൂലി വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്, അത് റൈറ്റ് ആണ്. അതാണ് ഈ നാട്ടിലെ പലരും ചെയ്തിരിക്കുന്നത്. റൈറ്റ് ടു സ്പീച്ചും റൈറ്റ് ടു ഡിസെന്റും റൈറ്റ് ടു എക്സ്പ്രഷനും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ്. അത് വിനിയോഗിച്ചതിന്റെ പേരിലാണ് കൊടും കുറ്റവാളികളോടെന്ന പോലെ നിങ്ങൾ പെരുമാറിയിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട താഹയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. പ്രായം ചെന്ന മാതാവിനെ കാണാൻ. തന്റെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന കുട്ടി, ആ കുട്ടിയെ ഇന്നേ വരെ അദ്ദേഹം കണ്ടിട്ടില്ല. കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സാഹചര്യം മനസ്സിലാക്കി കരിപ്പൂർ സ്റ്റേഷനിൽ വെച്ച് പിടിച്ച് 2 മണിക്ക് ശേഷം കൊപ്പത്തേക്ക് കൊണ്ടുവന്ന്, എന്നാൽ പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ആ തോഹയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. 10:30 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം? വളരെ വ്യക്തമാണ്. ഹുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായിരുന്നു. വി അഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തളം, നീലടി സുധാകരൻ, എ സജീവ് കുമാർ, VP ഉസ്മാൻ, കെ കുഞ്ഞാപ്പു, കെ ഇബ്രാഹിംകുട്ടി, MC മജീദ്, PK ഗോപിനാഥൻ, VM മുസ്തഫ, ഇസ്മയിൽ വിളയൂർ, TK ഷുക്കൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം ആമയൂർ സൗത്ത് AUP സ്കൂളിൽ ഇംഗ്ലീഷ് ODC എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. ആമയൂർ സൗത്ത് AUP സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ODC എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും 7 ഗ്രൂപ്പുകളിലായി തിരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. സ്പോക്കൺ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ്, വൊക്കാബുലറി ഗെയിംസ്, സ്റ്റോറി ടെല്ലിംഗ് സീസൺസ്, പോയട്രി സീസൺ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിരുന്നു ക്ലാസുകൾ നടത്തിയത്. പാവനാടകത്തിലും കുട്ടികൾക്ക് ക്ലാസ് നൽകി. കുട്ടികൾ പാവനാടകം അവതരിപ്പിക്കുകയും ചെയ്തു. റോജ, ഷാഹിന, ഹിബ, റിസ്വാനത്ത്, രഞ്ജിനി, പിൻ പരമേശ്വരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അധ്യാപിക NP വീണ ഇംഗ്ലീഷ് ODCയെ കുറിച്ച് വിശദീകരിച്ചു. സമാപന ചടങ്ങിൽ PTA പ്രസിഡന്റ് P നവാസ്, MPTA പ്രസിഡന്റ് PP സുഹറ, തങ്കമണി, K അനോജ, C രചന, ഹരിത, അഞ്ജന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന് എത്ര വയസ്സാ? 25 years old. ഇല്ലേ? ഇനി അദ്ദേഹം എങ്ങനെയാണ്? വീക്ക് ആണോ? അല്ല, എങ്ങനെയാണ്? ഇല്ലേ? അതുകൊണ്ടാണ് അയാളെ എന്താക്കിയത്? ഗാർഡാക്കിയത്. ഗാർഡ് മാത്രല്ല, എസ്പെഷ്യലി ചലിപ്പിച്ചൂടെ ഇങ്ങനെ നടത്തിക്കാം.
കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് 1 വർഷം. സ്വന്തം വീടുകളിൽ ഉറങ്ങിക്കിടന്നവരെ മഹാനിദ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രകൃതി ദുരന്തത്തിന് ഒരാണ്ട്. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമറ്റ മേഖലയിൽ ആദ്യമായി മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിയോടുകൂടി വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാ നിർമ്മാണമാണ് ദുരന്തഭൂമിയിൽ നടന്നത്. 298 പേർ ദുരന്തത്തിൽ മരിച്ചുവെന്നതാണ് കണക്ക്. ഇതിൽ 32 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ജീവനൊഴികെ സർവസ്വവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർ അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരുകയാണ്. 1 വർഷം പിന്നിടുന്ന ഘട്ടത്തിലും മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കായിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടും ദുരിതബാധിതരെ സഹായിക്കാൻ രാജ്യം ഭരിക്കുന്ന സർക്കാർ നയാ പൈസ നൽകാത്തതും ചർച്ചയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ മത ജാതി ഭേദമില്ലാതെ കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തതോടെ പുനരധിവാസത്തിനുള്ള പണം കണ്ടെത്തുകയും ടൗൺഷിപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിതർക്കായുള്ള സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. 5 സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ ആദ്യ സോണിൽ ഉൾപ്പെട്ട 140 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഡിസംബറോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃത്താല ആലൂർ പ്രിയദർശിനി ഇംപ്രൂവ്മെന്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സദസ്സ് നടത്തി. ആലൂർ പെരിഞ്ചേരി ഓഡിറ്റോറിയത്തിൽ നടന്ന കാർഷിക സദസ്സ് ബാങ്ക് പ്രസിഡന്റ് പി മോഹനന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തൃത്താല മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മണ്ഡലത്തിൽ കൃഷി ചെയ്യുന്ന 2 സ്കൂളുകളെയും അനുമോദിച്ചു. കർഷകർക്ക് കാർഷികോപകരണങ്ങളും വിത്തുകളും, സ്കൂളുകൾക്ക് പ്രശസ്തി പത്രവും, നിർധന രോഗികൾക്കും ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കും ധനസഹായവും നൽകി. പഠനത്തോടൊപ്പം വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി നടത്തിവരുന്ന ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കിഴക്കേ പട്ടിശ്ശേരി കൈപ്രവളപ്പിൽ ഹംസയുടെ മകൻ മുഹമ്മദ് മുസ്തഫയെ പ്രശസ്തി പത്രം നൽകി ആദരിച്ചു. ചാലിശ്ശേരി പാടശേഖര സമിതി പ്രസിഡന്റും മുൻ അധ്യാപകനുമായ PB സുനിൽകുമാർ കാർഷിക ക്ലാസ് എടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ഗംഗാധരൻ, DCC ജനറൽ സെക്രട്ടറിമാരായ P ബാലൻ, P മാധവദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ്, കോൺഗ്രസ് നേതാക്കൾ, ബാങ്ക് ഡയറക്ടർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ, വിദ്യാർത്ഥികൾ, ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഹമ്മദ് ഹുസൈൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 വർഷത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ 10ാം ക്ലാസ്സിലെ സീനിയർ സ്റ്റുഡന്റ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത്. മുഹമ്മദ് മോസിൻ MLA പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2006 പരിശീലനത്തിന് ഒരു ചെറിയ പൈലറ്റ് പ്രോജക്റ്റായി ആരംഭിച്ചു. 2010 കേരളത്തിലാകെ നടപ്പിലാക്കിയ ഈ പദ്ധതി ഇന്ന് രാജ്യം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്താകെ കേരളത്തിന്റെ ഈ മോഡൽ ഏറ്റെടുത്തുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ അച്ചടക്കബോധം,
നിയമത്തിനെ കുറിച്ചുള്ള ബോധം, സന്നദ്ധ പ്രവർത്തനത്തിനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക, അതുവഴി നല്ല പൗരന്മാരായി വളരാനുള്ള അവസരം നൽകുക, മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന ചെറുപ്പക്കാരികളുമായി മാറുക. അങ്ങനെ നിരവധിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിനുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിൻ്റെതായിട്ടുള്ള പരിശീലനം നേടി വന്ന ആരും ഇതുവരെ മറ്റു നെഗറ്റീവായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും പങ്കെടുത്തതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് ഈ പരിശീലനത്തിന്റെ മികവാണ്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും, പട്ടാമ്പി മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും സ്റ്റുഡന്റ് പോലീസ് സംവിധാനം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 2022 ഈ വിദ്യാലയത്തിൽ ഇത് യാഥാർത്ഥ്യമായത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ സി സംഗീത, PTA പ്രസിഡന്റ് സി റാസി, SMC ചെയർമാൻ PC ഷാനവാസ്, സ്ഥിരസമിതി അധ്യക്ഷ KT റുക്കിയ, A ആനന്ദവല്ലി, നഗരസഭാ കൗൺസിലർ സി സംഗീത, സ്കൂൾ പ്രിൻസിപ്പൽ K വിജയൻ, പ്രധാനാധ്യാപിക KP പ്രീത, മറ്റു PTA MPTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം. പട്ടാമ്പി BPO ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി തൊഴിലാളികൾ സമരത്തിൽ അണിനിരന്നു. NREG വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് NREGS പട്ടാമ്പി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ലേബർ ഗ്രൂപ്പ് LD വർക്കുകൾ പുനഃസ്ഥാപിക്കുക, NMMS സോഫ്റ്റ്വെയർ പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 150 ആക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. കൂലി യഥാസമയം അനുവദിക്കുക, തൊഴിൽ 150 ദിവസമായി ഉയർത്തുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി വന്നുകൊണ്ടിരിക്കുന്നത്. ലേബർ ഗ്രൂപ്പ് വർക്കുകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയ തൊഴിലാളി യൂണിയൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി BPO നടത്തുന്ന മാർച്ചാണ് ഈ വാഹനം. തുടർന്ന് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് അംഗം A നീരജ് ഉദ്ഘാടനം ചെയ്തു. വലിയ വലിയ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അവരുടെ നികുതി ഇങ്ങനെ കുറച്ചു കൊടുക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നീക്കിവെക്കേണ്ട പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുക. ഇനി വെട്ടിക്കുറച്ച വിഹിതം കൃത്യമായി കൂലിയായി ലഭിക്കുന്നുണ്ടോ? അതിന് തന്നെ മാസങ്ങൾ സമയമെടുക്കും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പദ്ധതി സുതാര്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി NMMS അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സുതാര്യമാക്കുക, എളുപ്പമാക്കുക എന്ന് പറഞ്ഞ് ആളുകളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഘട്ടം ഘട്ടമായി ഈ പദ്ധതിയെ കൊലപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്ന വലിയ ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. അതിന്റെ അവസാനത്തെ സൂചനയാണെന്ന് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചില ഇടപെടലുകൾ. യൂണിയൻ ഏരിയ സെക്രട്ടറി സി മുകേഷ് അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് സരിത, ഏരിയ ജനറൽ സെക്രട്ടറി KP നൌഫൽ, P ഷൺമുഖൻ, സതീശൻ, VTA കരീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രമതിൽ പുറത്തുനിന്ന് മേൽശാന്തി രമേശ് എമ്പ്രാന്തിരിയും കീഴ്ശാന്തിക്കാരും നെൽക്കതിർ തലയിലേറ്റി വാദ്യാഘോഷങ്ങളോടെ ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ മതിലകത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് പ്രദക്ഷിണം വെച്ച നാലമ്പലത്തിലേക്ക് കടന്നു. നെൽക്കതിർ ക്ഷേത്രമേൽശാന്തിയുടെ പ്രത്യേക പൂജകൾക്കും ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി തൃത്താല മണ്ഡലം ഓഫീസിൽ ആരംഭിച്ച ജനസേവാ കേന്ദ്രത്തിന്റെയും നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് മുഖ്യാതിഥിയായി, V രാമൻകുട്ടി, P സുന്ദരൻ, NP രാജൻ, K കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വികസനത്തിൽ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുക, ജനസേവനത്തിൽ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുക. കഴിഞ്ഞ 11 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വിവിധ സേവന പദ്ധതികളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കാൻ, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയും ഒരു സ്ഥാനവും നേടിയെടുക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.